ശ്രീ പി എസ് സഞ്ജീവ്, ഒരു പക്ഷേ പ്രതികളൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്, നടപടികൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ കുടുംബത്തിന് പോലും നിലവിലുള്ള അന്വേഷണത്തിൽ തർക്കമില്ലാത്തതിനാൽ ഇന്നത്തെ കൊണ്ടൊക്കെ ഏറെക്കുറെ നമ്മളിങ്ങനെ ഒരു ചർച്ചയുടെ ഒരു സ്വഭാവം മാറുമായിരിക്കും. പക്ഷേ ഈ സംഭവ വികാസങ്ങൾ SFIക്ക് ഉണ്ടാക്കിയ ഡാമേജ് SFI തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മുമ്പായി ഇവിടെ വലിയ രീതിയിൽ ഒരു പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യാണ്. കുറെ കഥകൾ അങ്ങ് വായിക്ക് തോന്നുന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു 18 പേർ SFIക്കാർ, SFI അല്ലാതെ മറ്റാരുമില്ല ആ ക്യാമ്പസിൽ. ആ ക്യാമ്പസിലെ ഈ പറഞ്ഞതിൻ്റെ നിങ്ങളുടെ തീവ്രത അനുസരിച്ച് ആ ക്യാമ്പസിലെ മുള്ളുമുരുക്കി തൊട്ടെല്ലാം SFI ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. ഈ 18 പേരിൽ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെന്നേ. ഞങ്ങൾ അതിലേക്കല്ലല്ലോ, ഞങ്ങൾ അതിലേക്ക് വഴിതിരിച്ചു വിട്ട് ഇതിൽ അവർ ഉത്തരം പറയട്ടെ എന്നല്ലല്ലോ പറയുന്നത്. ഇതിലൊരു ഹീനമായ പ്രവൃത്തി നടന്നിട്ടുണ്ടെന്നേ. ആ ഹീനമായ പ്രവൃത്തി അത് രാഷ്ട്രീയപരമായി ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ അതിലെന്ത് ശരിയാണുള്ളത്? അതിൽ കോൺഗ്രസ് സിൻജോ ജോൺസൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി മുഖ്യ പ്രതിയായിരിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കണം. മാതൃഭൂമി ന്യൂസിന് മുമ്പിൽ ഞാൻ പേരടക്കം പറയല്ലേ, എനിക്കൊരു സംശയമില്ല. ഡോൺ ഡായ് ഉൾപ്പെടെയുള്ളവർ മറ്റു വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ഈ 18 പേരിലുണ്ട്. അതിൽ 4 പേർ SFIയിൽപ്പെട്ടവരുണ്ട്, സമ്മതിക്കാം. അവരെ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ SFIക്കെതിരെ നിരന്തരമായി ഇപ്പോൾ S സുരേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും വിദ്യാർത്ഥിനികളെ ആക്രമിക്കുകയാണ് SFI എന്നാണ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലൈംഗിക അരാജകത്വം ഉണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഇത് കേൾക്കണം. BJP പ്രതിനിധിയുടെ അഭിപ്രായമാണത് കേരളത്തിലെ ക്യാമ്പസിൽ നടക്കുന്ന ഇതാണെന്ന്. അങ്ങനെയാണോ കേരളത്തിലെ ക്യാമ്പസ്? ഞങ്ങൾ ഉൾപ്പെടെ പഠിക്കുന്ന ക്യാമ്പസുകൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും പോകാനോ? ഒരു തടസ്സമില്ലല്ലോ. നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാ ക്യാമ്പസിലും നിങ്ങൾ പോകണം. ഇങ്ങനെ ഒരു സ്ഥിതിയാണോ ഉള്ളതെന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇപ്പൊ SFIക്ക് സംഘടനാപരമായി എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഡാമേജ് ഉണ്ടാക്കുന്നതോ ഇത്തരത്തിലുള്ള സ്ഥിതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്നവർ SFIയിൽ ഉണ്ടാവരുത്. ഇത് SFIയുടെ രാഷ്ട്രീയമല്ല. നേരത്തെ S സുരേഷ് പറഞ്ഞല്ലോ, പാടാൻ അറിയുന്ന, കവിത എഴുതാൻ കഴിയുന്ന എല്ലാം നല്ല സർഗവാസനകളും അതിനപ്പുറത്തേക്ക് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ ചേർന്ന് സംഘടിപ്പിച്ച് മുന്നോട്ട് വളർത്തിക്കൊണ്ടുവന്ന സംഘടനയാണിത്. ഈ സംഘടന ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ കേവലം രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എത്ര മനുഷ്യരെ, എത്ര അക്കാഡമിഷ്യൻസിനെ, എത്ര പ്രൊഫസർമാരെ, എത്ര എഴുത്തുകാരെ, എത്ര സിനിമാ പ്രവർത്തകരെ, സാംസ്കാരിക നായകന്മാരെ സംഭാവന ചെയ്ത സംഘടന കൂടിയാണിത്. അപ്പോൾ ഈ കൊലപാതകത്തിന്റെ ഏക കാരണം SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതിന് പെരും നുണകളുടെ ഒരു ഘോഷയാത്ര ഇവിടെ പടച്ചുവിടുകയാണ്. ഈ ചാനലിൽ വന്ന് പറയുകയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ മുൻ സംസ്ഥാന നേതാവ്, ഇപ്പോഴത്തെ MP വ്യത്യസ്ത ആളുകളെ കുറിച്ച് വായിൽ തോന്നുന്നു പറയുകയാണെന്നേ. സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുക. അപ്പൊ ഇതിനൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. ഇതിലൊരു പ്രൊപ്പഗണ്ടയുണ്ട്. അവസാന ഘട്ടമായതുകൊണ്ടാണ് ശ്രീ പറഞ്ഞു പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. ഇടപെടാതിരിക്കുകയും ചെയ്തത്, മറ്റു പാനലിസ്റ്റുകൾ ശ്രമിച്ചപ്പോൾ തടസ്സപ്പെടുകയും ചെയ്തത്. ഒറ്റ കാര്യം, മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നെന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇന്നലെ CPMന്റെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയും പറഞ്ഞു ഈ സിൻജോ ജോൺസന്റെ പശ്ചാത്തലം കോൺഗ്രസ് കുടുംബമാണ്. യൂത്ത് കോൺഗ്രസ് അത് കൃത്യമായി നിഷേധിക്കുന്നുണ്ട്, മെമ്പർഷിപ്പ് ഇല്ല എന്ന കാര്യം ഞങ്ങൾ അന്വേഷിച്ചു, മാതൃഭൂമി അന്വേഷിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം പറഞ്ഞല്ലോ കേട്ടോ. യൂത്ത് കോൺഗ്രസ് നിഷേധിക്കുന്നുണ്ട്, ഞങ്ങളോട് ഔദ്യോഗികമായി ചോദിച്ചപ്പോൾ നിഷേധിക്കുന്നുണ്ട്, മെമ്പർഷിപ്പ് ഇല്ല, ഉണ്ടെങ്കിൽ SFI പുറത്തുവിടട്ടെ എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, സിൻജോ ജോൺസന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് ഇല്ലാത്ത ഉത്തരവാദിത്തം SFIയിൽ ആരോപിക്കുന്നുണ്ട് എങ്കിൽ സിൻജോ ജോൺസൺ ആ കോളേജിന്റെ യൂണിയനെയോ കോളേജിനെ നയിക്കുന്നതിനോ ഏതെങ്കിലും ഭാരവാഹിത്വത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടും കോളേജ് യൂണിയനെ നയിക്കുന്ന ഭാരവാഹിത്വത്തിൽ SFIയുടെ നേതാക്കളാണ് ഉള്ളത് എന്നും അവർ പ്രതിപട്ടികയിൽ ഉള്ളത് കൊണ്ടാണ്. ഇതൊരു വിശദീകരണമായി എടുത്താൽ മതി. അത് സമ്മതിച്ചു. പക്ഷെ സിൻജോയ്ക്ക് ഇല്ലാത്ത രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്തുകൊണ്ട് ഈ ചർച്ചയിൽ പോലും SFIയിൽ ആരോപിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. SFIയുടെ നേതാക്കളാണ് യൂണിയൻ നയിക്കുന്നത്, അവരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് എന്നുള്ളത് കൊണ്ട് SFIന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ SFI നടത്തിയ കൊല എന്നീ 4 ദിവസവും ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. SFIക്ക് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന വാദവും ചോദ്യങ്ങളുണ്ട്. അതെന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. വളരെ